സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. 2 ആഴ്ചയ്ക്കുള്ളിൽ എല്ലാ ആനുകൂല്യങ്ങളും സിസ തോമസിന് നൽകണമെന്നുള്ള ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. സിസ തോമസിന്റെ 2 വർഷത്തെ വിരമിക്കൽ ആനുകൂല്യങ്ങൾ സർക്കാർ തടഞ്ഞുവെച്ചിരുന്നു. വിശദാംശങ്ങൾ നൽകാൻ വിജിൻ വായാന്തോട് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. വിജിൻ, വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ എപ്പോഴത്തേനായിരിക്കും ഇവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും നൽകാനുള്ള ഒരു തീരുമാനം? എന്താണ് ഉത്തരവിൽ പറയുന്നത്? 2023 മാർച്ച് 31-നാണ് സിസ തോമസ് സർവീസിൽ നിന്ന് വിരമിച്ചത്. ബാർട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു സിസ തോമസ്. അതിനുശേഷം വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നതിനിടയിലാണ് അന്നത്തെ ചാൻസലറായിരുന്ന ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സിസ തോമസിനെ APJ അബ്ദുൽ കലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നിയമിച്ചത്. ഇത് സർക്കാർ അനുമതി നൽകാതെ ആ പദവി സിസ തോമസ് ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ ഇവരുടെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ തടയുന്ന നിലയിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇതിനെതിരെ പലതരത്തിലുള്ള ഈ നിയമ പോരാട്ടവും സിസ തോമസിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്തു. അതിനൊക്കെ ഒടുവിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉൾപ്പെടെയുള്ള വിധി പുറപ്പെടുവിക്കുന്നത്. എത്രയും പെട്ടെന്ന് 2 ആഴ്ചക്കകം തന്നെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണം, ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. അക്കാര്യത്തിൽ ഇത് തടഞ്ഞു വെച്ചതിനെതിരെ ശക്തമായ വിമർശനവും ഹൈക്കോടതി ഉന്നയിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിലവിൽ സിസ തോമസിന്റെ ആനുകൂല്യങ്ങൾ പൂർണ്ണമായും നൽകാനുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അരിയേഴ്സും ഒപ്പം തന്നെ പെൻഷൻ ഉൾപ്പെടെയുള്ള പൂർണ്ണമായ 2 വർഷം തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകും എന്നുള്ള കാര്യമാണ് ഉത്തരവിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നേരത്തെ സർക്കാർ തന്നെ വ്യക്തമാക്കിയത് PF പെൻഷനായിട്ടുള്ള തുക അത് അനുവദിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സുപ്രീം കോടതി വരെ എത്തിയ നിയമപോരാട്ടത്തിന് ശേഷം ആണ് ട്രിബ്യൂണൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട നിയമപോരാട്ടം നടന്നിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഒരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ജീന.